വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, മാർക്കറ്റ് വൊളറ്റിലിറ്റി ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ളതുപോലെയല്ല ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് മറ്റുള്ള റേറ്റുകളും വളരെയധികം ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഗ്ലോബൽ മാർക്കറ്റിലും അങ്ങനെ തന്നെയാണ്, അമേരിക്കൻ മാർക്കറ്റിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആഫ്റ്റർ ഓഫ് ഇഫക്ട്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടും വളരെയധികം വൊളറ്റിലിറ്റിയാണ്. അതുപോലെ തന്നെയാണ് ഇൻഫ്ലേഷനും പണപ്പെരുപ്പവും നമ്മളുടെ ഒരു നിയതമായ രീതിയിലെല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൊളറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യുകയും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കാണാതിരിക്കുക. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ തീർച്ചയായും ലാഭം കിട്ടുന്ന തരത്തിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായി പ്രത്യേകം ശ്രമിക്കുക. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതി ഒഴിവാക്കുക.